പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണണം. വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമുക്കറിയാം, നമ്മുടെ ചാനലിലൂടെ മുൻപ് തന്നെ പറഞ്ഞിരുന്നു, ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുകയാണ്. 1600 രൂപ ലഭിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എല്ലാവർക്കും തന്നെ നമ്മൾ നൽകിയിരുന്നതുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകൾ ചില ആളുകൾ നമ്മളുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. 1600 അല്ല 3200 രൂപ ലഭിക്കും എന്നുള്ള രീതിയിലുള്ള പലതരത്തിലുള്ള അറിയിപ്പുകളാണ് പലരും കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളും പരിശോധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പല അധികൃതരെയും വിളിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം വ്യക്തമായിട്ടുള്ള അറിയിപ്പ് നമുക്കിതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ മലയാളികളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. മാത്രമല്ല, ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ സമ്മാനമായിട്ട് 1600 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിരുന്നു. അത് സംസ്ഥാന ധനകാര്യമന്ത്രി തന്നെ ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതിനുവേണ്ടി ഏകദേശം 820 കോടി രൂപ, അതായത് ഒരു മാസത്തെ തുക ലഭിക്കുന്നതിന് വേണ്ടി 820 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പല ആളുകളും പറയുന്നത് നമ്മുടെ 3200 രൂപ ഈ മാസം വിതരണം ഉണ്ടാകും. അത് ഇപ്പോൾ വിതരണം ചെയ്യുന്ന കുടിശ്ശിക തുകയാണ്. അതിനുശേഷം ഒരു മാസത്തെ ഏപ്രിൽ മാസത്തെ തുക കൂടി ഈ ഒരു മാസം അവസാനം വിതരണം ചെയ്യുമെന്നുള്ള പ്രചരണങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ അറിയാൻ വേണ്ടിയാണ് പല ഉദ്യോഗസ്ഥരെയും വിളിച്ചത്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്ന് പറയുന്നത്, ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു തുക മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിൽ യാതൊരു തരത്തിലുമുള്ള മാറ്റം ഉണ്ടാകില്ല. മാത്രവുമല്ല, ഈ ഒരു തുക കുടിശ്ശിക ഇനത്തിലുള്ള തുകയ്ക്ക് വേണ്ടിയല്ല സംസ്ഥാന സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അതാത് മാസത്തെ, അതായത് ഏപ്രിൽ മാസത്തെ തുക മുൻകൂറായിട്ട് നൽകുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വിതരണം നടത്തുന്നത്. ഈ ഒരു തുക വെള്ളിയാഴ്ചയോടുകൂടി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും. ഇന്നലെ മുതൽ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ സംസ്ഥാന സർക്കാർ, സംസ്ഥാന ധനകാര്യ വകുപ്പ്, DBT സെല്ല് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, 2 ഗഡു ലഭിക്കില്ല. കുടിശ്ശിക 1 ഗഡു അല്ല ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. അത് ഈ ഒരു ഏപ്രിൽ മാസത്തെ തുക മാത്രമായിരിക്കും. പക്ഷേ കുടിശ്ശിക തുകയുടെ വിതരണവും ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പ് വരുന്നുണ്ട്. പക്ഷേ അത് ഉടനെ ഈ ഒരു മാസത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്നല്ല അതിൻ്റെ അർത്ഥം. വരുന്ന ഓണം അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ മുമ്പായിട്ട് തന്നെ തുക പൂർണ്ണ അളവിൽ കുടിശ്ശികയുള്ളത് വിതരണം ചെയ്യുന്ന നടപടി ഉണ്ടാവും. എന്തിനായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണിത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇനി ഈ ഒരു ഗഡുവും കൂടി വിതരണം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകില്ല. 1 ഗഡു മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് എല്ലാവരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ഒന്ന്